ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓക്കേ, എങ്കിലത് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? നമ്മളല്ലേ നമ്പർ 1, നമ്മളല്ലേ ഏറ്റവും നല്ല ഓഫർ കൊടുക്കുന്നത്? അത് സഞ്ജയ് സാർ എടുത്ത വിഷ്വൽ റിപ്പോർട്ട് ആണെന്ന് അറിഞ്ഞത്. ഹലോ, ഇപ്പൊ അവന്മാര് പുറകെ ഒന്നുമില്ല, സേഫ് ആയിരിക്കും. താങ്ക് യു. പിന്നെ അവന്മാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തേക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അതാ സേഫ്. ഓക്കെ. സ്റ്റേഷനിൽ കൊടുത്ത് കേസ് എന്തെങ്കിലും ആയാൽ വീണ്ടും എൻ്റെ ധുനിമോളെ എനിക്ക് കാണാൻ പറ്റില്ല. അത് പൂർണ്ണിൽ അറിഞ്ഞ പ്രശ്നമാവും. അത് വേണ്ട. ഹലോ, സ്റ്റേഷനകത്ത് കയറാതെ തിരിച്ചു പോവാണല്ലേ? ഹലോ, നിങ്ങൾ ആരാ? അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ പേടിക്കേണ്ടവർ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഫോണിലുള്ള വിഷ്വല് ഇനിയും സൂക്ഷിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം. അതെന്തിനാ? ആവശ്യം ടി വിയിൽ വന്നല്ലോ. അത് എഡിറ്റഡ് ക്ലിപ്പല്ലേ? അവിടെ നടന്ന സംഭവങ്ങളുടെ വിഷ്വൽസ് അതിൽ കൂടുതൽ നിങ്ങളുടെ ഫോണിലുണ്ടാവും. അതൊക്കെ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പുതരാം. സംശയിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങളെ നിരീക്ഷിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ കയ്യിലെത്തിപ്പെട്ട പ്രശ്നമോ? ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്ക്. ശരി, ഞാൻ ഡിലീറ്റ് ചെയ്യപ്പോ. ഹലോ. ഓക്കെ, നൗ യു ആർ സേഫ്. ഹലോ, ഹലോ. എന്തായി അഖിൽ? എല്ലാം ഓക്കെയാണ്. വീഡിയോ അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ജോബ് അഖിൽ. താങ്ക് യു ജെഡി. അടുത്ത നീക്കം എന്താ വേണ്ടതെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. നാളെ വൈകിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് പരിപാടി ഉണ്ടാവാനാ? ഞാനിവിടെ തന്നെ ഉണ്ടാവും. എന്നാ നാളെ നമുക്ക് പബ്ബിൽ പോയാലോ? തനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുകയും ചെയ്യാം. എനിക്ക് പേടിയാ, അമ്മയെങ്ങാനും പറഞ്ഞ് എന്നെ കൊല്ലും. ഓക്കെ, എങ്കിൽ വേണ്ട, പിന്നെ വിളിക്കാം. വെക്കല്ലേ. ഞാൻ പറഞ്ഞത് വിഷമായോ? ഹേയ്, അതൊന്നും സാരമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, ഞാൻ വരാം. അപ്പോ അമ്മ വഴക്കു പറയില്ലേ? അമ്മയോട് എന്തെങ്കിലും കള്ളം പറയാം. താൻ ആള് കൊള്ളാലോ. അപ്പൊ കള്ളത്തിനൊക്കെ പറയാ അറിയാല്ലേ? അപ്പൊ നാളത്തെ പരിപാടി ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. നമുക്ക് പോവാം എന്തായാലും. എന്താ? അത് കല്യാണം അടുത്ത് വരികയല്ലേ. പെൺകുട്ടികൾ ഇങ്ങനെ ഉറക്കം കളയാൻ പാടില്ല. അത് സ്കിന്നിന് ഡള്ളാക്കും, സൗന്ദര്യം കുറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വെറുതെ ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കാൻ നിൽക്കാതെ ഒന്ന് പോയേ. മനുഷ്യന് ഇത്തിരി പ്രൈവസി ഒക്കെ വേണം. അതെങ്ങനെയാ? എവിടെ ഇരുന്നാലും വന്നോളൂ. നീ എന്തേ നോക്കി നിക്കുന്നേ? പോകുന്നില്ലേ? ഞാൻ പോവുക. ഹലോ അഷിത, എന്തു പറ്റി? നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഹലോ. ഒന്നുമില്ല, ഇവിടുത്തെ സെർവന്റ് വന്നതാ. ഓക്കെ ഓക്കെ, ശരി. ഞാനെന്നാ നാളെ വിളിക്കാം. ശരി, ഓൾ റൈറ്റ്. ബൈ, ടേക്ക് കെയർ. സ്കിന്ന്
സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല. വെറുതെ മനുഷ്യന് ടെൻഷനാക്കാൻ ഓരോന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലെന്നും നിങ്ങൾക്കൊന്നും അറിയില്ലെന്നും പറയാനല്ല ഞാൻ സാലറി തരുന്നത്. ചെയ്യുന്ന ജോലിയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. സോറി മാഡം. എന്ത് സോറി? ജനങ്ങൾക്കറിയാൻ താല്പര്യമുള്ള നല്ല വാർത്തകളൊക്കെ വേറെ ചാനലിൽ വരുന്ന കണ്ടില്ലേ? മിടുക്കന്മാരതൊക്കെ വേണ്ട സമയത്ത് അറിയുന്നുണ്ടല്ലോ. അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസും സാലറി ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലേ? അവർക്കൊരു സ്ട്രേഞ്ചറിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ, എങ്കിലത് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല? നമ്മളല്ലേ നമ്പർ 1, നമ്മളല്ലേ ഏറ്റവും നല്ല ഓഫർ കൊടുക്കുന്നത്? അത് സഞ്ജയ് സാർ എടുത്ത വിഷ്വൽ റിപ്പോർട്ട് ആണെന്ന് അറിഞ്ഞത്. ഹലോ, രഘവ. ആ സാറാ, പിന്നെ ഒരു 1/2 കിലോ തക്കാളി, ഒരു ചെറിയ ക്യാബേജ് എടുക്ക്. ക്യാരറ്റ് കൂടെ എടുത്തോ സാറേ. ഫ്രഷ് ആണോ? ഫ്രഷാ. എന്നാ അതും എടുത്തോ. ശരി സാറേ. ഇതാര്? ദുർഗമോളോ? അതെ, ഒരു 5 മിനിറ്റ് സാറിന് കുറച്ച് സാധനം എടുത്ത് കൊടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. അല്ല കുട്ടി, ദേവരാജന്റെ മോളല്ലേ? ആ, ആ, അതെ. സാർ അറിയോ? ദുർഗമോൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാ. ദേവരാജ എന്റെ പഴയ സുഹൃത്താണ്. ഓ, പിന്നെ ഈ കുട്ടി പഠിപ്പിക്കുന്ന സ്കൂളിലെ എന്റെ ഫ്രണ്ടിന്റെ മോൻ പഠിക്കുന്നുണ്ട്. ഓ ശരി സാർ. സാറിന് ഇനി തക്കാളിയും കൂടെ അല്ലേ വേണ്ടേ? ഇപ്പൊ എടുക്കാം. എടുത്തോ. സാറിന് മതിയല്ലോ. ആ മതി, എല്ലാം എടുത്തല്ലോ. എത്രയായി? എല്ലാം കൂടെ ചേർത്ത് 160. ആ ശരി. ക്യാഷ് ആണോ സാറേ? അല്ല, ഗൂഗിൾ പേ. ആ സാറേ ചെയ്തിട്ടുണ്ട്. ഇതാ സാർ. ഓക്കെ ശരി. മോക്കെന്താ വേണ്ടേ? 1/2 കിലോ തക്കാളി, 1/2 കിലോ വെണ്ടയ്ക്ക. അത്രേ മതിയോ? ആ മതി. ഇപ്പൊ എടുക്കാം. സർ, സാറിന്റെ ഫ്രണ്ടിന്റെ കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നെന്ന് പറഞ്ഞേ? അത് 3rd സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു. ആഹാ. പിന്നെ അശ്വിൻ എന്ന അവന്റെ പേര്. ആ എനിക്കറിയാം, മിടുക്കനാ. ആ, ശരി. ഇതാ മോളെ. എത്രയാ ചേട്ടാ? ഇത് 40, 10, 50. ദാ. ശരി. ശരി ഏട്ടാ. ജഡി, ചില വൈറ്റൽ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. സർ, മേനോനെ സഹായിക്കാനായി കേരളത്തിൽ ഒരാളുണ്ട്.